നമുക്കൊരു സർബത്ത് കുടിക്കാൻ പോയാലും അതും ഒരു വെറൈറ്റി ഒക്കെ ഞങ്ങൾ പോയിട്ട് വരാം. ചമ്പനാണ് സർബത്തിൻ്റെ ആണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ തയ്ച്ചുകൂടത്തെ ഞങ്ങൾ ചേട്ടൻ പറഞ്ഞ ഒരു പാൽസർവത്ത് കുടിക്കാൻ പോകണം. ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ ഹരിപ്പാട് കരുവാറ്റയ്ക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു ബേക്കറിയാണ്. അവിടെ ബിരിയാണിയും പാഴ്സലാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് പോകേണ്ടതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബേക്കറി എത്തി. പൊന്നൂസ് ബേക്കറിയാണ് കേട്ടോ. അങ്ങനെ കുറേയേറെ വെറൈറ്റീസൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചേട്ടനൊക്കെയാണെന്ന് കുടിച്ച് അതേ പാൽസർവത്ത് തന്നെ കേട്ടോ വാങ്ങി കുടിച്ചത്. അങ്ങനെ അവിടെ കയറി നമ്മളൊരു രണ്ട് പാൽസർബത്തും ഒരു മീറ്റ് റോളും വാങ്ങി കഴിച്ചു. ഇത്രയധികം വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നമ്മൾ ഓർഡർ ചെയ്തില്ല. ആകെ ഒരു പാൽസർബത്ത് മാത്രം വാങ്ങി കുടിച്ചു. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവിടെ ചെണ്ടകൊട്ടൽ, പാട്ട് പാടൽ, ഉമ്മ കൊടുപ്പ് അങ്ങനെയൊക്കെയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഒരു മീറ്റ് റോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മീറ്റ് റോൾ വാങ്ങി കഴിച്ചു. അത്യാവശ്യം നല്ലൊരു മീറ്റ് റോളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനും കഴിച്ചു, കുറച്ച് ചേട്ടനും കൊടുത്തു. എണ്ണയെടുത്ത ഫില്ലിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ പാൽസർവത്ത് വന്നു. അങ്ങനെ കുഞ്ഞിനെടുത്ത് കൊടുത്തപ്പം കുടിക്കാൻ അറിയില്ല, അതുകൊണ്ട് കുറച്ച് താഴെയൊക്കെ പോയി. പിന്നെ ബാക്കി ഞാനും കുടിച്ചു. അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു. ചൂടത്ത് നല്ലൊരു സാധനം തന്നെയാണ്. അങ്ങനെ കുഞ്ഞിന് കുറച്ചുകൂടെ എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര പുളി പോലെ, തണുപ്പൊക്കെ ചെന്നിട്ട് പുളി പോലെയൊക്കെയുള്ള എക്സ്പ്രഷനൊക്കെയാണ്. അങ്ങനെ എൻ്റെ സ്ട്രോ അടിച്ച് മാറ്റി കൊണ്ടുപോയി. പിന്നെ ഒരു സ്ട്രോയും കൂടെ എടുത്താൽ അതങ്ങനെയാണല്ലോ, കുഞ്ഞുമക്കളുള്ള അമ്മമാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഡെസ്കിൻ്റെ പുറത്ത് കാലൊക്കെ പൊക്കി വെച്ച് ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ബാക്കി ജ്യൂസും കൂടെ കുടിച്ചിട്ട് പൈസയും കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി. തിരിച്ച് വരുന്ന വഴിയിൽ വലിയൊരു മാങ്ങ കണ്ടു. അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത്രയും വലിപ്പമുള്ളൊരു മാങ്ങ ആണെന്ന്. ഈ വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അന്നൊരു തേങ്ങയുടെ അത്രയും വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട്